ഫ്രണ്ട്സ്, നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ, അതായത് നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്താണ് മന്ത്ലി ഒരു 20,000 മുകളിലുള്ള സാലറി ഉണ്ട്. നമുക്ക് കേരളത്തിലാണ് വേക്കൻസി, മലപ്പുറം ജില്ലയിലാണ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിലേക്ക് വിവിധ വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പം പല കാറ്റഗറിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വിശദമാക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 61.6K ആയിട്ടുണ്ട് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അങ്ങനെ ഓരോ പോസ്റ്റും കൂടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൈറ്റിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അതുപോലെ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അഡോളസെൻ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽത്ത് കൗൺസിലർ വിളിച്ചിട്ടുണ്ട്. ദെൻ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർ വിളിച്ചിട്ടുണ്ട്, സ്റ്റാഫ് നഴ്സ് വിളിച്ചിട്ടുണ്ട്, ഓഫീസ് സെക്രട്ടറി വിളിച്ചിട്ടുണ്ട്. ദെൻ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ വിളിച്ചിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് തെറപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ഫിസിയോതെറപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് അക്കൗണ്ടൻറ്റ് വിളിച്ചിട്ടുണ്ട്. ദെൻ PRO അല്ലെങ്കിൽ ഈ പറയുന്ന LO വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വിവിധ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ നമ്മൾ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് MSc ക്ലിനിക്കൽ സൈക്കോളജിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് MA or MSc സൈക്കോളജി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ഈ പറയുന്ന RCA 2 ഇയർ കോഴ്സോ ഇതിലേതെങ്കിലും ഒന്നും പാടെ വേണം. അതോടൊപ്പം തന്നെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ RCAയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 1 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന 1/6/2024 36,000 പെർ മന്ത് ഒരു വേക്കൻസിയാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക്. ഇത് കറക്റ്റ് ലിങ്ക്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാം. അതെല്ലാം നമ്മൾ സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട്, നമ്മുടെ സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെയുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം ആ പോസ്റ്റ് തന്നെയാണ് അവിടെ ഇത് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിക്കാം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ക്ലിക്ക് ചെയ്യാറുള്ള ബട്ടൺ കൊടുക്കണേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇത് കാണിക്കും. ഓക്കെ, അത് ഏത് പോസ്റ്റാണ്. അപ്പം നിങ്ങളത് ഉറപ്പ് വരുത്തണം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ആണെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അതിനാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കാണാം, ഇൻസ്ട്രക്ടറാണ്. ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടെ കാണാൻ പറ്റും. ഏർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലോ നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ DED കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ RCAയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 17,000 ആണ് പെർ മന്ത് ഒരു വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോം ഫില്ല് ചെയ്യാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അഡോളസെൻ്റ് ഹെൽത്ത് കൗൺസിലറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൗൺസിലിംഗ്. കൗൺസിലിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എനിക്ക് MSc or MA സൈക്കോളജി അല്ലെങ്കിൽ MSc നഴ്സിംഗ് സൈക്കാട്രി അങ്ങനെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 40 ഏജ് ലിമിറ്റ്. 1.6 ഇതാണ് കണക്കായിട്ട് ഏജ് കണക്കാക്കുന്നത്. 20,500 പെർ മന്ത് ലഭിക്കുക. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ്. ഇതിനടുത്തത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. നിങ്ങൾക്കൂടെ കാണാം, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് B.Ed ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ B.Ed കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 ഏജ് ലിമിറ്റ്. 20,000 പെർ മന്ത് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിനടുത്ത് സ്റ്റാഫ് നഴ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് GNMO അല്ലെങ്കിൽ BSc നഴ്സിംഗോ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 40 ഏജ് ലിമിറ്റ്. 20,500 പെർ മന്ത് ലഭിക്കും. ഇതിൽ പ്രതീക്ഷിത വേക്കൻസികളാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനടുത്ത് ഓഫീസ് സെക്രട്ടറി ആണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് സർവീസ് ഓഫീസറായിട്ട് മിനിമം ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ 40 ഏജ് ലിമിറ്റ്. റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 58 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസിയാണ്. 24,000 ആണ് ഇതിൻ്റെ സാലറി വരുന്നത്. അടുത്തത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും പാടെ വേണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് GNM വിത്ത് ഈ പറയുന്ന കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വേണം. GNM കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. GNM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 40 ഏജ് ലിമിറ്റ് വരുന്നത്. 148 വേക്കൻസി അതിലുണ്ട്. കൂടുതൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട് അവർക്കൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ 20,500 ആണ് പെർ മന്ത് വരുന്നത്. ദെൻ 148 വേക്കൻസിയാണ്. വേക്കൻസി എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ള അതിൻ്റെ ഹെൽത്ത് സെൻറ്റർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലും കാണാം ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ മതി.
അടുത്ത വന്നിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് തെറപ്പിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിലൊരു ബിരുദം കഴിഞ്ഞിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് എന്താണ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലുള്ള PG ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ക്ലിനിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം പ്ലസ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസും വേണം. 40 ഏജ് ലിമിറ്റ് വരുന്നത്. 20,000 പെർ മന്ത്. 2 വേക്കൻസിയാണ്. അതിൻ്റെ ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാം. ഇതിന് അടുത്തത് നിങ്ങൾക്ക് ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BPT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 40 ഏജ് ലിമിറ്റ്. 24,000 പെർ മന്ത്. 3 വേക്കൻസിൻ്റെ അതിൻ്റെ ഗൂഗിൾ ഫോം ലിങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനടുത്ത് DEO ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ടൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BCom ആണ് പറയുന്നത്, വിത്ത് PGDCA വേണം കേട്ടോ. BCom പ്ലസ് PGDCA വേണം. അതുപോലെ തന്നെ ടാലി ഉള്ളവർക്ക് കുറച്ചും കൂടെ എന്താണ് സ്യൂട്ടബിൾ ആണ് ഈ പോസ്റ്റ്. ടാലി നിർബന്ധമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് BCom വിത്ത് PGDCA ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മാക്സിമം 40 ഏജ് ലിമിറ്റ്. 21,780 പെർ മന്ത്. 4 വേക്കൻസി ഉണ്ട്. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് PRO ആൻഡ് PRO കം LO ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MSW MBA അല്ലെങ്കിൽ ഈ പറയുന്ന MHA അല്ലെങ്കിൽ MPH ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 40 ഏജ് ലിമിറ്റ്. 24,000 പെർ മന്ത്. ഇതും ആൻറ്റിസിപ്പേറ്റിംഗ് വേക്കൻസിയാണ്, പ്രതീക്ഷിത വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ പറയുന്ന നിശ്ചിത ഓരോ എന്താണ് പോസ്റ്റിൻ്റെ അടിയിലും കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയ് 8 വരെ, നിങ്ങൾക്ക് 8/7/2024 5 മണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് അധികവും ഇൻ്റർവ്യൂ ആകാനാണ് സാധ്യത. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങളിതാ ഓരോ പോസ്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ പറയുന്ന മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നുള്ള ബട്ടണിലാണ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ കുറച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വേക്കൻസി ഡീറ്റെയിൽസ്. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ടിക്ക് ചെയ്യാനുള്ള ഭാഗത്ത് ടിക്ക് ചെയ്യുക. നമ്മുടെ മെയിൽ ID ഇവിടെ കാണിക്കും. ആ മെയിൽ ID ആണെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നമ്മൾ എന്ത് ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുത്ത് നമ്മുടെ പേരും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് ഏകദേശം 4 പേജ് ഉണ്ട്. ഈ 4 പേജ് നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.